ഹായ്. എനിക്ക് ഈ ഇടയ്ക്ക് തോന്നിയ ഒരു തോട്ടാണ്, ഒരു ഒരു റിയലൈസേഷനാണ്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിക്കറ്റ് വേൾഡ് കപ്പ്, T20 വേൾഡ് കപ്പ്. ഓക്കെ, ഇന്ത്യ ഇപ്പോൾ അവിടെ സൂപ്പറായി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് ഇന്ത്യ എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്ലെയർ ഉണ്ട്, ചെന്നൈ സൂപ്പർ കിങ്സ്, ഋതുരാജ് ഗെയ്ക്വാദ്. ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പണർ റൈറ്റ് നോ ഇൻ ദ ഇന്ത്യൻ ക്രിക്കറ്റ്. ഈ ഇടയ്ക്ക് എന്തൊരു മാച്ച് കണ്ടപ്പോൾ പുള്ളിക്കാരൻ ഈ മഹാരാഷ്ട്ര പ്രീമിയർ ലീഗ് നടക്കുന്നുണ്ട്, അതിൽ കളിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഇത് പറയാൻ പോണത്, നമുക്ക് ഏതൊരു എല്ലാ സിറ്റുവേഷനും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇന്ന കാര്യം സംഭവിക്കണം എന്ന രീതിയിൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ പാസ്സാവണം നമ്മൾ ആഗ്രഹിക്കും. ഓക്കെ അല്ലേ? പാസ്സായില്ലെങ്കിൽ നമുക്ക് വിഷമമാവും, നമ്മൾ അതിൻ്റെ പേരിൽ ഡിസപ്പോയിൻറ്റഡ് ആകും. നമ്മൾ ഒരുപാട് സമയം അങ്ങനെ കളയും, ഡെസ്പറേറ്റ് ആകും, ഇങ്ങനെ ഒരുപാട് സമയം കഴിയും. എല്ലാ കാര്യത്തിലും അങ്ങനെ. ഇപ്പോൾ ഒരാൾ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുത്തി നോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷമമാവും. ഓക്കെ, അങ്ങനെയുള്ള അപ്പോൾ അതായത് നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു ഡിസയർഡ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും. ഇത് സംഭവിക്കണം, അത് സംഭവിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ വിഷമം, പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മൾ നോർമലിലേക്ക് തിരിച്ചു വരുള്ളൂ. ഓക്കെ, കുറച്ച് സ്പേസ്, നമ്മൾ കുറച്ച് ടൈം എടുക്കും നോർമലിലേക്ക് വരാം. അപ്പോൾ നോർമൽ എടുക്കാനുള്ള ടൈം ഓരോരുത്തർക്കും ഓരോന്നാണ്. ചിലർ ഭയങ്കര ടൈം എടുക്കും, ചിലർ പെട്ടെന്ന് എടുക്കും, അങ്ങനെ. ബട്ട് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ എന്നെ തോന്നിപ്പിച്ച ഒരു കാര്യമാണ്. ഓക്കെ, ഈ ഇടയ്ക്ക് എനിക്കൊരു റിയലൈസേഷൻ വന്നു. കാരണം ഇപ്പോൾ അതാ പറഞ്ഞത്, അതിപ്പോൾ ഇന്ത്യ വേൾഡ് കപ്പ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടിയിട്ട് 15 അംഗ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഇല്ലാതെ പോയ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഓക്കെ, 15 പേരെയാണ് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടെ വേൾഡ് കപ്പ് സ്ക്വാഡായിട്ട് പ്രഖ്യാപിച്ചത്. 15 പേരിൽ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് പേര് അതിൽ റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരാ? റിങ്കു സിംഗ്, ശുഭ്മാൻ ഗില്ല്, ഇപ്പം ഞാൻ പറഞ്ഞ ഋതുരാജ് ഗെയ്ക്വാദായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. കാരണം ഇപ്പോൾ ഇന്ത്യ അവിടെ വേൾഡ് കപ്പ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒബിയസ്ലി ഈ വേൾഡ് കപ്പ് സ്ക്വാഡ് സെലക്ഷൻ സമയത്ത് വരുമ്പോൾ എല്ലാ വ്യക്തികളും ആഗ്രഹിച്ചിട്ടുണ്ടാകും ഞാൻ ആ സ്ക്വാഡിലേക്ക് വരണം എന്നുള്ളൂ. ഓക്കെ, ആ 15 അംഗ ടീമിൽ ഞാനും ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകും ഋതുരാജ് ഗെയ്ക്വാദും ശുഭ്മാൻ ഗില്ലും റിങ്കു സിംഗും. ഇങ്ങനെ ഇപ്പോൾ റീസെൻ്റ്ലി ഇന്ത്യയിൽ ബെറ്ററായി കളിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്ലേയേഴ്സും അത് ആഗ്രഹിച്ചിട്ടുണ്ടാകും. ഓക്കെ, ഒബിയസ്ലി ആ 15 അംഗ സ്ക്വാഡ് ഇട്ട സമയത്ത് പലരും ഇതിലില്ല. ഓക്കെ, അതായത് ഋതുരാജ് ഗെയ്ക്വാദ് ഒരു ബെറ്റർ ഓപ്പണർ ബാറ്റ്സ്മാനാണ്. ഈ കഴിഞ്ഞ IPL നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേൾഡ് കപ്പ് സ്ക്വാഡിൽ താൻ ഉണ്ടാകണമെന്ന് ചിലപ്പോൾ ഋതുരാജ് ഗെയ്ക്വാദ് ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷേ അയാളെ സെലക്ട് ചെയ്യപ്പെട്ടില്ല. ഒബിയസ്ലി നോക്കൂ, 15 അംഗ ടീം വേൾഡ് കപ്പ് വരുന്നു, അതിലേക്ക് താനും കൂടി സെലക്ട് ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു. അയാൾ സെലക്ട് ചെയ്യപ്പെടുന്നു, അയാൾക്ക് വിഷമാവില്ലേ? വിഷമാവും, ഒബിയസ്ലി വിഷമമായി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ചെയ്യില്ല, മിണ്ടാണ്ടിരിക്കും. ഓക്കെ, പല കാര്യങ്ങളും ഇപ്പോൾ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് TV കണ്ടിട്ട് പക്ഷേ എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കളിക്കേണ്ട സമയമാണ്, ഞാനിപ്പോൾ ബാറ്റിംഗ് ഇറങ്ങിപ്പോൾ ഓപ്പണിങ് കളി തുടങ്ങി, ഞാൻ അവിടെ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട സമയമാണ്, ഐ എം വെരി സാഡ് എന്ന രീതിയിൽ നമ്മൾ വിഷമിച്ചിരിക്കും ഒരുപാട് കാലം. ഇത് കഴിയണ വരച്ച എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനൊരു തോട്ട് ഹ്യൂമൺ ഉണ്ട്. അതായത് അത് സംഭവിച്ചിരുന്നെങ്കിൽ എന്നൊരു തോട്ട് ഒരു ഹ്യൂമൺ എപ്പോഴും ഉണ്ടാകും. കാരണം ആഗ്രഹിച്ച കാര്യങ്ങൾ സംഭവിക്കാതിരിക്കണം, നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആകുക, അങ്ങനെ. പക്ഷേ പുള്ളിക്കാരതൊന്നും ചെയ്തിട്ടില്ല തോന്നുന്നുണ്ട്. കാരണം പുള്ളിക്കാരൻ ഇപ്പോൾ നേരെ ശരി വേൾഡ് കപ്പ് സ്ക്വാഡിൽ കളിച്ച് എന്നെ സെലക്ട് ചെയ്തില്ല, ഓക്കെ ബൈ, ഞാൻ പോകുന്നു, നേരെ പോകുന്നു ഞാൻ മഹാരാഷ്ട്ര പ്രീമിയർ ലീഗ്. അയാൾ അവിടെ കളി തുടങ്ങി. അയാൾ ഒരിക്കലും എന്നെ വേൾഡ് കപ്പ് ടീമിൽ സ്ക്വാഡിൽ എടുത്തില്ല പറഞ്ഞിട്ട് വിഷമിച്ച് വീട്ടിൽ നിന്ന് കളിയും കണ്ടുകൊണ്ടിരിക്കുകയല്ല. അയാൾ പോയി അയാളുടെ പണി എന്താണോ അതിനുവേണ്ടി അയാൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മഹാരാഷ്ട്ര പ്രീമിയർ ലീഗിൽ പോകുന്നു, അവിടെ കളിക്കുന്നു, സുഖമായി ജാലടിച്ചിരിക്കുന്നു, സന്തോഷമായിട്ട് നടക്കണം. ഓക്കെ, അയാൾ ഒരിക്കലും വേൾഡ് കപ്പ് സ്ക്വാഡിൽ സെലക്ട് ചെയ്യപ്പെട്ടില്ല പറഞ്ഞിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് വീട്ടിലിരുന്ന് ഡിപ്രഷൻ അടിച്ച് അല്ലെങ്കിൽ വിഷമിച്ചിരുന്ന് ഡിസപ്പോയിൻറ്റഡ് ആയി ഡെസ്പറേറ്റ് ആയിരുന്ന് കളിയൊക്കെ കണ്ടിട്ട് അയ്യോ അങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് നോക്കിയിരിക്കണമെന്നില്ല. പുള്ളിക്കാരൻ ആ വേൾഡ് കപ്പ് സ്ക്വാഡിൽ കിട്ടിയില്ല, ഓക്കെ അടുത്തത് നമുക്കത് ചെയ്യാം, ഓക്കെ എന്ന് ചിന്തിക്കുന്നു, പോകുന്നു, മഹാരാഷ്ട്ര പ്രീമിയർ ലീഗിൽ കളി തുടങ്ങി, അയാൾ അവിടെ സൂപ്പറായി കളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിലാണ്. ഇതുപോലെ എല്ലാ സിറ്റുവേഷനും അതാണ്, നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. ഓക്കെ, ഒരു സിറ്റുവേഷൻ ഇത് സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ച് പോകും. ആ കാര്യം സംഭവിച്ചില്ല പറഞ്ഞാൽ നമ്മൾ പിന്നെ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അടുത്തത് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വേഗം ചിന്തിക്കുക. ഓക്കെ, കാരണം അടുത്തത് ചിന്തിക്കാൻ കുറച്ച് സമയം എടുക്കും തോറും നമുക്കാണ് നഷ്ടം. ഓക്കെ, കാരണം നമ്മളൊരു പർട്ടിക്കുലർ ഏജ് വരെ ജീവിക്കും, അത് കഴിഞ്ഞിട്ട് 24 hours ആയിരിക്കും നമ്മുടെ ജീവിത ടൈം. ഓക്കെ, അത് കൂടാനും പോകില്ല കുറയാനും പോകില്ല. ഇതിൽ എത്ര നമ്മൾ വിഷമിച്ച് ഡെസ്പറേറ്റ് ചെയ്ത് ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കണം, ആ സമയങ്ങളെല്ലാം നമുക്ക് നഷ്ടമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടന്നില്ല പറഞ്ഞിട്ട് അതിനു വേണ്ടി ഇനി ഡിസപ്പോയിൻ്റ് ആവശ്യമൊന്നുമില്ല. അടുത്തത് എന്താ ചെയ്യാൻ പറ്റുക? ശരി വേൾഡ് കപ്പ് ടീമിൽ എനിക്ക് സ്ഥാനം കിട്ടില്ലെങ്കിൽ ശരി, ഞാൻ അടുത്ത് എവിടെ പോയി ക്രിക്കറ്റ് കളിക്കാൻ പറ്റും? കാരണം എനിക്ക് ബേസിക്കലി ക്രിക്കറ്റ് കളിക്കലാണ് ഇഷ്ടം. അതിപ്പോൾ വേൾഡ് കപ്പിൽ കളിച്ചാലും ഇവിടെ കളിച്ചാലും ഓക്കെ, ഐ എം ഹാപ്പിയാണ്. വേൾഡ് കപ്പിൽ കിട്ടിയില്ല വന്ന സ്ക്വാഡിൽ കയറിയില്ല പറഞ്ഞാൽ നമ്മൾ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് വേറെ എവിടെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റും അവിടെ പോയി ക്രിക്കറ്റ് കളിക്കാം, ഹാപ്പിയാണ്, ഇരുന്നോട്ട് പോയിക്കാം.
ഒബിയസ്ലി നമുക്കൊരു ഡിസൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല പറയുമ്പോൾ ആ ഒരു കാര്യം സംഭവിച്ചില്ല പറഞ്ഞ് വിഷമിച്ചിരിക്കാതെ അടുത്തത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് ആ കാര്യം പോയി ചെയ്യാം, ഹാപ്പി ആവുക, അതിൽ ബെറ്റർ ആക്കുക. നമ്മുടേതായ ടൈം ആകുന്ന സമയത്ത് നമുക്ക് സംഭവിക്കും. ഏതെങ്കിലും സമയത്ത് നമ്മൾ വേൾഡ് കപ്പ് സ്കോട്ടിൽ വരികയായിരിക്കാം. അപ്പോൾ ഈ ഡിസപ്പോയിൻമെൻറ്റ് ടൈം ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഡെസ്പറേറ്റ് ടൈം, ആ ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ച പോലെ സംഭവിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ വിഷമിച്ചിരിച്ച് ആലോചിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ നമ്മളിനി ഘോരമായി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പഴയ ഞാനാണെങ്കിൽ അയ്യോ ഇപ്പോൾ ഞാനാണ് ഋതുരാജ് ഗെയ്ക്വാദ് ഉണ്ടെങ്കിൽ, പഴയ ഞാനാണെങ്കിൽ ഞാനിപ്പോൾ കളി കണ്ടുകൊണ്ടിരിക്കണം, എന്നെ ഇറക്കിയതാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ സൂപ്പറായി ചെയ്തേനെ. പക്ഷേ ഒരു ചെറിയ എന്നെ സെലക്ട് ചെയ്യായിരുന്നു, ബട്ട് ബൈ ഐ ഷുഡ് ബി ദർ, ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഇങ്ങനെ ആലോചിച്ചിരിക്കും ഞാൻ. ഒരു പക്ഷേ ഇനി വരുന്ന എൻ്റെ ലൈഫിലെ കാര്യങ്ങൾ ഞാൻ ആലോചിച്ചില്ല. ഒബിയസ്ലി നമുക്ക് പല കാര്യങ്ങളും സംഭവിച്ചാൽ നന്നായിരുന്നു എന്നുണ്ട്. ആ കാര്യം സംഭവിക്കാത്തതുകൊണ്ട് ഞാൻ നോക്കിയിരിക്കാനൊന്നും പോകില്ല. ഓക്കെ, നമുക്ക് അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നത് പറ്റുന്നത് അത് പോയി ചെയ്യും. ഡിറ്റാച്ച്മെൻറ്റ്, ആ ഒരു കാര്യത്തിന് ഡിറ്റാച്ചും പുതിയ കാര്യത്തിലേക്ക് പോകും. അങ്ങനെ നോക്കിയിരിക്കാൻ സമയമില്ല എന്നത് എനിക്ക് തോന്നിയത് കുറച്ച് ഏജിന് ശേഷമാണ്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള പോയിൻ്റ് ലൈഫിൽ ഇങ്ങനെ വിഷമിക്കുക, അല്ലെങ്കിൽ ഡിസപ്പോയിൻറ്റഡ് ആയ, ഡെസ്പറേറ്റ് ആയ, നമ്മൾ അതാണ് ആഗ്രഹിക്കുന്ന കാര്യം നടന്നില്ല പറഞ്ഞിട്ട് അതിന് വേണ്ടി ഇനിയിപ്പോൾ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ വേൾഡ് കപ്പ് ടീമിൽ കിട്ടിയില്ലെങ്കിൽ ഓക്കെ ഫൈൻ, അടുത്ത് എവിടെ ക്രിക്കറ്റ് നടക്കണം അവിടെ പോയി കളിക്കുക, ഹാപ്പി ആകുക, ബെറ്റർ ആകുക, ബെസ്റ്റ് ആകുക, ദെൻ അഗെയിൻ കം ബാക്ക് എന്ന രീതിയിൽ ചിന്തിക്കുക.